നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം? ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ പറയും? യെസ് ഐ ലൈക്ക്. പറയൂ, യെസ് ഐ ലൈക്ക്. ഇനി ഇഷ്ടമല്ല, അപ്പോൾ എങ്ങനെ പറയാം? നോ ഐ ഡോണ്ട് ലൈക്ക്. നോ ഐ ഡോണ്ട് ലൈക്ക്. അപ്പോൾ ഈ ഡു നോട്ട് ആണ് നമ്മൾ ഡോണ്ട് എന്ന് പറയുന്നത്. നോ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീംസ്. ഇനി അവൾക്കത് ഇഷ്ടമാണോ? അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? അപ്പോൾ ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം? അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം? ഡസ് ഷീ ലൈക്ക് ദിസ്? ഡസ് ഷീ ലൈക്ക് ദാറ്റ്? അവൾക്ക് ഇതാണോ ഇഷ്ടം? അവൾക്ക് അതാണോ ഇഷ്ടം? ഇതൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? അപ്പോൾ ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം? ഇഷ്ടമാണെങ്കിൽ യെസ് ഷീ ലൈക്സ്. അവിടെ നമ്മൾ വീണ്ടും ഷീ വന്നതുകൊണ്ട് നമ്മൾ ലൈക്സ് ആണ് ഉപയോഗിക്കുക. ബട്ട് എനിക്കായിരുന്നെങ്കിൽ എനിക്കിഷ്ടമാണ് ഐസ്ക്രീം എന്നാണ് പറയുന്നതെങ്കിൽ ഐ ലൈക്ക് ഐസ്ക്രീമാണ്. അപ്പോൾ ഇവിടെ ലൈക്കും ലൈക്സും, അതായത് ലൈക്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർബും ലൈക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബുമാണ്. അപ്പോൾ നമ്മൾ ആളെ നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യണം. നിനക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ്? ഡു യു ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ്? അവിടെ പ്ലേയിങ് എന്ന് പറഞ്ഞത് ഒരു വേർബ് അല്ല കേട്ടോ. അത് എന്താണെന്നറിയോ? കളി ഇഷ്ടമാണോ? ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമാണോ എന്നുള്ള ഒരു നൗൺ ആണത്. പ്ലേയിങ് ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കുന്നത് എന്നുള്ള ആ ഒരു ആക്ഷൻ്റെ പേരാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊരു വേർബായിട്ട് അതിനെ തെറ്റിദ്ധരിക്കരുത്. ഡു യു ലൈക്ക്, ലൈക്ക് ആണ് അവിടെ വേർബ്. ഡു യു ലൈക്ക് ഇംഗ്ലീഷ് മൂവീസ്? ഇംഗ്ലീഷ് മൂവീസ് ഇഷ്ടമാണോ? എവറി സിംഗിൾ ഡേ ഐ വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. എവറി സിംഗിൾ ഡേ, ഓരോ ദിവസവും ഞാൻ ഒരു ഇംഗ്ലീഷ് മൂവി കാണും. ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? നിനക്ക് എരിവുള്ള ഫുഡ് ഇഷ്ടമാണോ? സ്പൈസി, നല്ല മസാലയൊക്കെ ചേർന്ന സ്പൈസി ഫുഡ് നിനക്ക് ഇഷ്ടമാണോ? ഇനി അടുത്തത് ഡു യു വാണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുക ഡു യു വാണ്ട് അല്ലെങ്കിൽ ഡു യു നീഡ്. ആവശ്യങ്ങളാവുമ്പോൾ അത് നീഡാണ്, ആഗ്രഹങ്ങളാവുമ്പോൾ അത് വാണ്ട് നമ്മൾ ചോദിച്ചാൽ മതി. അതായത് നീഡ് എന്ന് പറയുമ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്, നീഡാണ് നമ്മുടെ, അത് നമുക്ക് കിട്ടിയേ പറ്റൂ. വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്, ബട്ട് അതിനൊരു കുറച്ചൊരു എന്താ പറയുക, ആ ഒരു കിട്ടിയാൽ മതി, അത് എപ്പോഴും വേണമെങ്കിലും ആകാം. ബട്ട് ഇപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണം, അതായത് നീഡ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആവശ്യത്തിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ വാണ്ട് അല്ലെങ്കിൽ നീഡ് ഉപയോഗിക്കും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് ചായ വേണോ എന്ന് ചോദിക്കാം. ഡു യു വാണ്ട് ടീ? ചായ വേണോ? ഇപ്പോൾ ഒരു ഭയങ്കര തലവേദന എടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഡു യു നീഡ് എ ടീ? ഒരു ചായയുടെ ആവശ്യമുണ്ടോ ഇപ്പോൾ?